sorry for me, 'cause it's just perfect story. You say you're wrong for me, but it's wrong story. Baby, don't be sorry for me, 'cause it's just perfect story. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്മൂമ്മയായിട്ട് നമ്മുടെ അബുദാബിയിലുള്ള ബാബ്സ് മന്ദിറിലേക്ക് പോവാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ടെമ്പിളാണ്. ആ ടെമ്പിളിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു അമ്പലത്തിലോട്ട് പോകണമെങ്കിൽ ഒരു അരമണിക്കൂറാണ് നമുക്ക് ട്രാവലിംഗ് ടൈം കാണിക്കുന്നത്. നമ്മളും ഈ ഒരു ടെമ്പിളിലോട്ട് ഫസ്റ്റ് ടൈം വിസിറ്റാണ്. ഇത് 2024 ഫെബ്രുവരിയിലാണ് ഈ ഒരു ടെമ്പിൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രയറായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എത്ര ആളുകൾ ഏത് ദിവസം എന്നുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഒരു ID കാർഡും നമ്മൾ എന്തെങ്കിലും കാണിക്കണം. വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ ഇവിടുത്തെ എമിറേറ്റ്സ് ID കാണിക്കാം. എന്തായാലും അമ്മൂമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു അമ്പലം വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനെയും കൂട്ടി നമ്മുടെയും ഫസ്റ്റ് ആയിട്ടുള്ളൊരു വിസിറ്റ് തന്നെയാണിത്. അപ്പം ഇങ്ങോട്ട് വരുമ്പം ഈ തവണയും നമ്മുടെ ഫുൾ ടീം നമ്മുടെ കൂടെ ഉണ്ട്. അഞ്ജലിയും ശ്രീതേട്ടനും ഉണ്ട്, അതേപോലെ റിജു ചേട്ടനും നീനയുണ്ട്. അപ്പോൾ നമ്മൾ 3 കപ്പിൾസും വിത്ത് അമ്മൂമ്മയാണ് നമ്മൾ ഈ തവണ പോകുന്നത്. അപ്പോൾ കയറി ചെന്ന് എൻട്രിയിൽ നമ്മൾ നമ്മുടെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ വ്യൂ. നമ്മൾ ഈവനിങ് ആണ് എത്തിയത്, പക്ഷേ സൺസെറ്റിന് മുമ്പ് നമ്മൾ വരികയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയിൽ കാണാമായിരുന്നു. നീനയും റിജു ചേട്ടനും ആ ഒരു സൺസെറ്റിന് തൊട്ട് മുമ്പ് വന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ഫോട്ടോസ് കിട്ടി. എന്തായാലും നമ്മൾ ഈ സൺസെറ്റിൻ്റെ ആ ടൈമിൽ അത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലീറ്റ് വെളിച്ചവും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് പാടുപെട്ടു. പക്ഷെ എന്നാലും നമുക്ക് ഈ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചർ തന്നെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെത്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നീനയും അഞ്ജലിയൊക്കെ സാരി ഉടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് സാരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ സാരി ഉടുക്കുമ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻസും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു ചുരിദാറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു അമ്പലത്തിലേക്ക് വരാൻ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. എന്തായാലും പുറമേ നിന്ന് കുറേ നേരം നിന്ന് നമ്മൾ ആ ഒരു ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ പതുക്കെ നമ്മൾ അകത്തേക്ക് പോവാണ്. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഈ ഒരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടും നടക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഒരു വഴി കൂടെ തന്നെ നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചു. അപ്പം ആ സ്റ്റേഴ്സും കാര്യങ്ങളൊന്നും കയറേണ്ടി വന്നില്ല. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഫീല് കിട്ടണമെങ്കിൽ ആ സ്റ്റെപ്സൊക്കെ കയറണം. പിന്നെ പുള്ളിക്കാർക്കൊക്കെ അത്രയും കയറാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിലാണ് വന്നത്. അപ്പോൾ ഈസി ആയിട്ട് എത്താനും പറ്റി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവർ ചെയ്തിരിക്കുന്ന വർക്ക്സ് എല്ലാം ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർ ഇമ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എല്ലാം മെഷീൻ വർക്ക്സാണ്. വർക്ക്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് ഓരോ വർക്കും ചെയ്തിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിലിങ് കാര്യങ്ങളും എനിക്ക് പറയാനായിട്ട് അറിയില്ല. പിന്നെ അകത്തേക്ക് നമുക്ക് ടെമ്പിളിൻ്റെ അകത്തേക്ക് മൊബൈൽ വീഡിയോസ് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങളൊക്കെ കൊത്തുപണി കൊണ്ടും അമ്പലങ്ങളൊക്കെ വളരെ കൊത്തുപണിയൊക്കെ വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ അതിനെപ്പോഴും ഒരു ഫിനിഷിങ് കുറവ് കാണും. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു വർക്ക്സ് എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ അതൊരു അബ്നോർമലായിട്ടാണ് നമുക്ക് തോന്നുക. കാരണം അത്രയും ഫിനിഷിങ് ഉണ്ടാവുമ്പോഴും പ്രശ്നമാണ്. കുറച്ച് അബ്നോർമാലിറ്റീസ് ആ ഒരു വർക്കിൽ ഉണ്ടാവുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി. പിന്നെ നമ്മുടെ നാട്ടിലത്തെ അമ്പലം പോലെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ. നമുക്ക് ഒരു ഫീല് അമ്പലത്തിലോട്ട് വന്നതിൻ്റെ ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ല ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ. കാരണം ഇതൊരു വേറെ തന്നെ ഒരു ഫീലാണ് ഈ ഒരു അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പം. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് അമ്പലത്തിലേക്ക് പോകുമ്പം എന്തോ ഒരു കൈൻഡ് ഓഫ് പോസിറ്റിവിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യായിരിക്കും. പക്ഷേ നോർത്തേൺ സൈഡിലുള്ള ആളുകൾക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടിയും ഈ അമ്പലം കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന അമ്പലത്തിലേക്ക് പോകുമ്പം ആ അമ്പലത്തിലോട്ട് പോകുമ്പം ഉള്ള ആ ഒരു ഫീൽ എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. കാരണം ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അത്
പല സ്ഥലത്ത് പല രീതിയിലാണ് അവർ വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എങ്ങനെയാണോ നമ്മുടെ ഓരോ ദൈവങ്ങളെ കാണുന്നത് അതുപോലെയല്ല നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്കും എല്ലാവർക്കും കൂടി പറ്റുന്ന രീതിയിലത്തെ ഒരു ഇതാണ് വെച്ചിട്ടുള്ളത്, സ്കൾപ്ചേഴ്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയുക സെൻട്രലൈസ്ഡ് AC-യിലും കംപ്ലീറ്റ് ലൈറ്റ് ഇഫക്റ്റിലും ഒക്കെയാണ് നമ്മുടെ ദൈവങ്ങൾ. ഭയങ്കര അധികം ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ദൈവങ്ങളാണ്. നമ്മൾ അങ്ങനത്തെ ദൈവങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഒരു പുതിയൊരു ഫീൽ തന്നെയാണ് ഈ ഒരു അമ്പലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചിട്ട് ഈ ഒരു അമ്പലം മോശം എന്നല്ല ഞാൻ പറയുന്നത്, നല്ലൊരു അമ്പലം തന്നെയാണ്. നമുക്ക് പ്രൗഡായിട്ട് നമുക്ക് പറയാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിൾ നമ്മുടെ UAE-യിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതും ഇത്രയും നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത്രയും നല്ല ഭംഗിയിൽ തന്നെയാണ് അവർ ആ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ അകത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. പിന്നെ ഇതുപോലെ ഒരു എന്താ പറയുക ഷോപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് അമ്പലത്തിലത്തെ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ ഷോ പീസസ് ഒക്കെ ആയിട്ടുള്ള ഈ അമ്പലത്തിൻ്റെ ചെറിയ മിനിയേച്ചേഴ്സ്, പിന്നെ എന്തെങ്കിലും സിൽവർ ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. മെയിൻലി ടൂറിസം കൂടി പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പേർപ്പസിനാണ് ഈ ഒരു അമ്പലം ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സോവനിയേഴ്സൊക്കെ വാങ്ങാം. അപ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. അപ്പോൾ അത് റിലീജിയനും കാര്യങ്ങളൊന്നും ഇവിടെ പ്രശ്നമല്ല, ആർക്കും ഈ ഒരു അമ്പലത്തിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ അവിടുത്തെ സോവനിയേഴ്സ് കളക്ട് ചെയ്ത് നമ്മുടെ നാട്ടിലോട്ട് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുമല്ലോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഒരു കെഫേ അല്ലെങ്കിൽ ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും. നമ്മൾ അവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. മെയിൻലി നമ്മൾ മേടിച്ചത് വടയും പിന്നെ അതുപോലെ ഇഡ്ഡലി, ഉപ്മാവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിച്ച് കുറേ ടൈം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അമ്മൂമ്മ ഇവിടെ നമ്മുടെ UAE-യിൽ വന്നിട്ട് നമ്മൾ അബുദാബിയിലുള്ള അമ്പലത്തിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായി പോനെ. അപ്പോൾ എന്തായാലും നമ്മൾ അമ്മൂമ്മേനെ ഈ ഒരു അമ്പലം കൂടി കാണിച്ചിരിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരിക്കും ഇവിടെ ഒന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ദീപാരാധന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ അകത്തും കയറി പുറത്തൊന്ന് കറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ആംഗിളിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലം വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൺസെറ്റിന് മുമ്പൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടും. പിന്നെ ഇതൊരു കുഞ്ഞ് വ്ളോഗാണ്, ഞാൻ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനൊരു വീഡിയോ നമ്മൾ എടുത്തതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ UAE-യിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ UAE-യിൽ ഉള്ളവർ ഡെഫിനറ്റായിട്ട് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ ഒരു അമ്പലം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.